സോ ഹായ് ഓൾ നമ്മളെ പ്രോബ്ലം സെക്ഷനിലേക്ക് വരികയാണ്. മാഗ്നറ്റിസം ആൻഡ് മാറ്ററിന്റെ പ്രോബ്ലം സെക്ഷനിലേക്ക് നമ്മൾ വരികയാണ്. സോ നമുക്ക് നോക്കാം എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ എന്താ ആദ്യത്തെ ക്വസ്റ്റ്യൻ? സോ എന്താണ് പറയുന്നത് നോക്കാം. എ മാഗ്നറ്റൈസ്ഡ് വയർ, ഓക്കെ, ഒരു മാഗ്നറ്റൈസ്ഡ് വയർ ഉണ്ട് ഓഫ് മാഗ്നറ്റിക് മൊമെന്റ് എം. സോ അതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് എം ആണ്. ഓക്കെ, എം ആണ്. ഈസ് ബെൻഡ് ഇൻ ടു ആൻ ആർക്ക് ഓഫ് എ സർക്കിൾ ദാറ്റ് സബ്സ്റ്റൻസ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി അറ്റ് ദ സെന്റർ. ഓക്കെ, ദ ഇക്വലന്റ് മാഗ്നറ്റിക് മൊമെന്റ് ഈസ്, ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് നമ്മളെ കയ്യിൽ ഒരു മാഗ്നറ്റിക് വയർ ഉണ്ട്. സപ്പോസ് ഇതേക്കോട്ടെ മാഗ്നറ്റിക് വയർ. ഓക്കെ, അപ്പൊ അതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് എന്നുണ്ട് എം ഉണ്ട്. ഓക്കെ, സോ അത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അത് നമ്മൾ ഒരു ആർക്കാക്കിയിട്ട് ബെൻഡ് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ അതൊരു ആർക്കാക്കിയിട്ട് ഇതേപോലെ ബെൻഡ് ചെയ്താൽ, ഓക്കെ, അങ്ങനെ ബെൻഡ് ചെയ്യുന്നുവെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ബെൻഡ് ചെയ്താൽ ആർക്ക് ഓഫ് എ സർക്കിൾ ദാറ്റ് സബ്സ്റ്റൻസ് അറ്റ് ആൻ ആംഗിൾ 60 ഡിഗ്രി അറ്റ് ദ സെന്റർ. സോ ഇതിന് 60 ഡിഗ്രി എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊരു സർക്കിൾ ആണെങ്കിൽ സർക്കിളായിട്ട് ബെൻഡ് ചെയ്തു, സെമി സർക്കിളായിട്ട് ബെൻഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഒരു സർക്കിളായിട്ട് ബെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് മൊത്തത്തിൽ ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ അവിടെ സെന്റർ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ്. സോ അത് ഓൾറെഡി തന്നിട്ടുണ്ട്. സോ ഇതൊരു സർക്കിൾ ആക്കി നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സെന്റർ ആണല്ലോ, ഇവിടുന്നോട്ട് ഇതുവരെയുള്ള ദൂരമാണ് റേഡിയസ് 6. ഓക്കെ, ഇവിടുന്നോട്ട് ഇതുവരെയുള്ള ദൂരമാണ് റേഡിയസ് 6. സോ അതിലാർക്കും സംശയമൊന്നുമില്ല. സോ ഇപ്പോ ഇതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് എം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കാണേണ്ടത് എന്താണ്, നമുക്ക് ഇവിടെ കാണേണ്ടത് ഇവിടെ ഇങ്ങനെ സബ്സ്റ്റൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പുതിയ മാഗ്നറ്റിക് മൊമെന്റ് ആണ്. സോ മാഗ്നറ്റിക് മൊമെന്റ് എം ഡാഷ് ഈസ് ഈക്വൽ ടു എന്താ കാണാം, മാഗ്നറ്റിക് മൊമെന്റ് എം ഡാഷ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം പോൾ സ്ട്രെങ്ത് ഇൻറ്റു അതേപോലെ എൽ ആണെന്ന്. അതായത് എൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത്. ഓക്കെ, നമുക്ക് ഇതും കൂടെ അങ്ങനെ കൂട്ടി വരക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ കൂട്ടി വരക്കാം. ഓക്കെ, സോ നമുക്കറിയാം എം ഡാഷ് ഈസ് ഈക്വൽ ടു എന്താണ്, എം ഇൻറ്റു അത് നമ്മുടെ ഡിസ്റ്റൻസ് ആണ്. സോ ഇത് നമ്മുടെ ഡിസ്റ്റൻസ് ഇവിടെ ആറും ഇതൊക്കെ ആറാണെങ്കിൽ 60 ഡിഗ്രി ആണല്ലോ. സോ ഇവിടെയും 6 തന്നെ വരും, ഇക്വേറ്റർ ട്രയാങ്കിൾ പോലെ ആവും. ഓക്കെ, സോ ഇവിടെ എല്ലിന് പകരം 6 കൊടുക്കണം, 6 എന്ന് കൊടുക്കണം. സോ എം ഡാഷ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു 6 എന്ന് കിട്ടി. ഓക്കെ, നമ്മളെ ആവശ്യം എന്താണ്, ഈ ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, ആർക്ക് ഈസ് ഈക്വൽ ടു ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് ഉണ്ട്. നിങ്ങളത് ട്രിഗ്നോമെട്രി പഠിച്ചിട്ടുണ്ടാവും. ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത്. ഓക്കെ, ആർക്ക് ലെങ്ത് ഓൾ ഡിവൈഡഡ് ബൈ റേഡിയസ് എന്ന് നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. സോ ഇവിടുത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര, 60 ഡിഗ്രിയാണ്. സോ 60 ഡിഗ്രി നമ്മൾ റേഡിയൻക്ക് കൺവേർട്ട് ചെയ്യണം. സോ 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/3 ആണ്. ഓക്കെ, ട്രിഗ്നോമെട്രി കൊണ്ട് പഠിച്ചതാണ്. സോ π/3 ഈസ് ഈക്വൽ ടു, ഓക്കെ, π/3 ഈസ് ഈക്വൽ ടു ഇവിടെ ആർക്ക് ലെങ്ത്, ഞാൻ സപ്പോസ് ഇതിന്റെ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എൽ ആയിക്കോട്ടെ. സോ ഇവിടുത്തെ ആർക്ക് ലെങ്ത് ഞാൻ ക്യാപിറ്റൽ എൽ എന്ന് എടുത്തു. സോ ഡിവൈഡ് ബൈ റേഡിയസ് എത്ര, സ്മോൾ ആർ ആണ്. ഓക്കെ, നമുക്ക് ഈ ആറാണ് കിട്ടേണ്ടത്. ഓക്കെ, നമുക്ക് ഈ ആറാണ് കിട്ടേണ്ടത്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്തു, ഈ ആറിനെ ഞാൻ ഇങ്ങോട്ട് എടുത്തു, ഈ 3നെ ഇങ്ങോട്ട് എടുത്തു, അതേപോലെ പൈനെ താഴോട്ട് എടുത്തു. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും, ആർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, ആർ ഈസ് ഈക്വൽ ടു നമുക്കത് ചെയ്ത് നോക്കുമ്പോൾ ആർ ഈസ് ഈക്വൽ ടു ആറിനെ എന്ത് ചെയ്തു, അതിനെ ഇങ്ങോട്ട് എടുത്തു. സോ 3L ബൈ എന്ത് കിട്ടും, പൈ എന്ന് കിട്ടും. സോ ആറിന്റെ വാല്യൂ നമുക്ക് കിട്ടി എത്ര, 3L ബൈ പൈ ആണ്. സോ ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്, ആർക്ക് ലെങ്ത് എൽ എടുത്തു, റേഡിയസ് ആർ തന്നെയാണ്. സോ ആർ എന്ന് പറഞ്ഞാൽ 3L ബൈ പൈ ആണ്. സോ പുതിയ മാഗ്നറ്റിക് മൊമെന്റ് എം ഡാഷ് ആണ്. സോ അത് കാണാനുള്ള ഇക്വേഷൻ എം ഇൻറ്റു ആർ ആണ്. ഓക്കെ, സോ എം ഡാഷ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എം എന്ന് പറഞ്ഞാൽ പോൾ സ്ട്രെങ്ത് ആണ്, അതിന് മാറ്റൊന്നും ഉണ്ടാവില്ല. ഇൻറ്റു ആറിന് പകരം ആര് കൊടുക്കണം, 3L ബൈ പൈ എന്ന് കൊടുക്കണം. സോ ഇത് കറക്റ്റ് ചെയ്യുമ്പോൾ ഈ സാധനം ഒരു 60 ഡിഗ്രി സബ്റ്റൻഡ് ചെയ്തിട്ട് ആർക്കാക്കി വെച്ചാൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് 3ml ഓൾ ഡിവൈഡഡ് ബൈ എന്തായിരിക്കും, പൈ ആയിരിക്കും. ഓക്കെ, 3ml ഓൾ ഡിവൈഡഡ് ബൈ പൈ ആയിരിക്കും. ഓക്കെ, എം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എം, അത് ഇപ്പോൾ നിങ്ങൾ മാഗ്നറ്റിക് മൊമെന്റ് തന്നെ എടുത്താൽ മതി. ഓക്കെ, ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് എന്താ പറയുക മൊമെന്റ് തന്നെ എടുത്താൽ മതി. സോ എം ഡാഷ് ഈസ് ഈക്വൽ ടു 3ml ബൈ എൽ. അത് സ്മോൾ എം എടുത്താലും ക്യാപിറ്റൽ എം എടുത്താലും ഡസന്റ് മേക്ക് എ ഡിഫറൻസ്. കാരണം എന്താ വെച്ചാൽ മാഗ്നറ്റിക് മൊമെന്റ് അല്ലെങ്കിൽ മാത്രമേ മാറുന്നുള്ളൂ. ഡൈപോളിന്റെ മാഗ്നറ്റിക് പോൾ സ്ട്രെങ്ത് ഒരിക്കലും മാറുന്നില്ല, മാറുന്നത് ഈ ഡിസ്റ്റൻസ് മാത്രമാണ്. സോ ഡിസ്റ്റൻസ് മാറിയപ്പോൾ എന്ത് ചെയ്തു, ഇത് മൊത്തത്തിൽ അങ്ങോട്ട് മാറി. ഓക്കെ, സോ സിമ്പിൾ പരിപാടിയാണ്. എന്താ ചെയ്തത്, ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് എന്ന് എടുത്തു. പിന്നെ ഇവിടെ ലെങ്ത് 6 വരാനുള്ള കാരണം ഇവിടെ തൊട്ട് ഇതുവരെയുള്ള ലെങ്ത് ആണ് 6. ഇത് 6 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഇക്വേറ്റർ ട്രയാങ്കിൾ ആവും. സോ ഇവിടെയും 6 തന്നെ ആവും. സോ 6 തന്നെ ആയിരിക്കും മൊത്തം. സോ അത് കാണാൻ സിമ്പിൾ പരിപാടി, വളരെ എളുപ്പമുള്ള ഒരു പരിപാടിയാണ്. സോ വലിയ ചോറല്ലാത്ത പ്രോബ്ലം. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് ഒന്ന് വെറുതെ കണ്ടുപിടിച്ച് പോവാം. എന്താണ് അടുത്ത പ്രോബ്ലം എന്ന് നോക്കാം. ഓക്കെ,
two identical magnets, each of magnetic moment are arranged as shown. The net magnetic moment of the system is. Okay, ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് ഫിഗർ ഉണ്ട്. ഓക്കെ, സോ ഇതിന്റെ ഫിഗർ ഞാൻ വരച്ചു തരാം, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. സോ ക്വസ്റ്റ്യൻ ഓൾറെഡി ഇതിന്റെ ഫിഗർ ഗിവൺ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഫിഗർ നമുക്ക് വേർഡിൽ ടൈപ്പ് ചെയ്ത് കയറ്റാൻ പറ്റൂല. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചത്. സോ ഇതിന്റെ ഫിഗർ ഓൾറെഡി ഗിവൺ ആണ്. ഓക്കെ, രണ്ട് ബാർ മാഗ്നറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോർത്ത്, ഇവിടെ സൗത്ത്, അതേപോലെ ഇവിടെ സൗത്ത്, ഇവിടെ നോർത്ത്. ഓക്കെ, ഇതിന്റെ ഇടയിൽ ആംഗിൾ 37 ഡിഗ്രി എന്ന് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. ഓക്കെ, നമ്മളോട് കാണാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഓക്കെ, നമ്മളോട് എന്താ പറയാ കാണാൻ പറഞ്ഞത് എന്താ വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാം. നമ്മളോട് കാണാൻ വെച്ചത് ഈ ഒരു അറേഞ്ച്മെന്റ്, നമ്മൾ ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് വെച്ചാൽ അവിടെ ഉണ്ടാവുന്ന നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് എത്രയാണ്. നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ വരിക? √m1 സ്ക്വയർ പ്ലസ് m2 സ്ക്വയർ പ്ലസ് 2m1 m2 cos തീറ്റ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, √m1 സ്ക്വയർ പ്ലസ് m2 സ്ക്വയർ പ്ലസ് എന്തായിട്ട് പ്ലസ് 2m1 m2 cos തീറ്റ ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, സോ ഇവിടെ 37 ഡിഗ്രി. സോ പിന്നെ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് ഈ രണ്ടെണ്ണത്തിന്റെ മാഗ്നറ്റിക് മൊമെന്റ് എന്താണ്? ക്യാപിറ്റൽ M തന്നെയാണ്. സോ ആ വിഷയം മാറി കിട്ടി. ഇനി നമ്മൾ ഇക്വേഷന് കൊടുത്താൽ മതി. എങ്ങനെ കിട്ടും? നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് ഈസ് ഈക്വൽ ടു √m1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ m സ്ക്വയർ ആണ്. ഓക്കെ, m1 m2 ഒക്കെ m ആണ്. m സ്ക്വയർ പ്ലസ് m സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു m എന്താണ്? m സ്ക്വയർ. അതേപോലെ കോസ് എത്രയാണ്? 37 ഡിഗ്രിയാണ്. ഓക്കെ, അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ? കോസ് 37ന്റെ വാല്യൂ നിങ്ങൾക്ക് കാണാതെ അറിയുന്നുണ്ടാവില്ല. ഓക്കെ, സോ m നെറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? m സ്ക്വയർ പ്ലസ് m സ്ക്വയർ എത്ര? 2m സ്ക്വയർ ആണ്. ഓക്കെ, സോ 2m സ്ക്വയർ അല്ലെ. സോ 2m സ്ക്വയർ പ്ലസ് എന്ത് കിട്ടി? പ്ലസ് 2m സ്ക്വയർ ഇൻറ്റു എന്ത് കിട്ടി? കോസ് സോറി ഇവിടെ കോസ് 37 എന്ന് കൊടുക്കാനായിട്ടില്ല. ഓക്കെ, ഇവിടെ കോസ് 37 എന്ന് നിങ്ങൾ ഇപ്പൊ കൊടുക്കണ്ട. അവിടെ കോസ് തീറ്റ എന്ന് ഇട്ടാൽ മതി. ഓക്കെ, അവിടെ നിങ്ങൾ കോസ് തീറ്റ എന്ന് ഇട്ടാൽ മതി. ഓക്കെ, 2m സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ. ഇവിടെ നിങ്ങൾ തീറ്റ കൊടുക്കരുത്. തീറ്റ കൊടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, തീറ്റ കൊടുക്കണമെങ്കിൽ ഞാൻ നേരത്തെ ഒരു ഇക്വേഷൻ പറഞ്ഞിരുന്നു, നമ്മൾ തീറ്റ ഇവിടെ കൊടുക്കണമെങ്കിൽ രണ്ട് മാഗ്നറ്റും ഇപ്പൊ കണ്ടോ, ഇവിടെ രണ്ട് മാഗ്നറ്റും. ഓക്കെ, ഇവിടെ രണ്ട് മാഗ്നറ്റ് വെച്ചു. ഓക്കെ, രണ്ട് മാഗ്നറ്റും സിമിലർ പോളായിട്ട് വെക്കണം. ഇവിടെ സൗത്ത്, ഇവിടെ നോർത്ത്. അങ്ങനെ ആവുമ്പോൾ മാത്രമേ നിങ്ങൾ എന്ത് കൊടുക്കാൻ പാടുള്ളൂ? തീറ്റക്ക് തന്ന ആംഗിൾ കൊടുക്കാൻ പാടുള്ളൂ. തീറ്റക്ക് ഇപ്പൊ എത്ര ആംഗിൾ തന്നിട്ടുള്ളത് അത് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അല്ലാതെ ഒരു ഭാഗത്ത് സൗത്തും മറ്റൊരു ഭാഗത്ത് നോർത്തും തന്നാൽ, ഓക്കെ, ഇപ്പൊ ഒരു ഭാഗത്ത് ഇവിടെ സൗത്തും ഈ ഭാഗത്ത്, അതായത് ഓപ്പോസിറ്റ് പോളുകൾ തമ്മിൽ വെച്ചാൽ, ഇവിടെ നോർത്ത് വെച്ചു, അതേപോലെ ഇവിടെ സൗത്ത്, ഇതേപോലെ വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? വെറും തീറ്റ എന്നല്ല എടുക്കേണ്ടത്, 180 മൈനസ് തീറ്റ എന്നാണ് എടുക്കേണ്ടത്. അതായത് കോസ് വെറും തീറ്റ എന്ന് ഇടരുത്. കോസ് എന്ത് ചെയ്യണം? കോസ് ഓഫ് 180 മൈനസ് തീറ്റ എന്ന് എടുക്കണം. ഓക്കെ, പറഞ്ഞ മനസ്സിലായല്ലോ? കോസ് ഓഫ് 180 മൈനസ് തീറ്റ എന്ന് എടുക്കണം. ഇവിടെ രണ്ടുപേർത്തും സെയിം പോളാണെങ്കിൽ തീറ്റ എടുക്കാം. ഓപ്പോസിറ്റ് പോളാണെന്നുണ്ടെങ്കിൽ കോസ് ഓഫ് 180 മൈനസ് തീറ്റയാണ് എടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് വളരെ കൂളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നമുക്ക് കൂളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. സോ m നെറ്റ് ഈസ് ഈക്വൽ ടു √2m സ്ക്വയർ പ്ലസ് 2m സ്ക്വയർ ഇൻറ്റു കോസ് ഓഫ് 180 എന്തായിരിക്കും? 180 മൈനസ് തീറ്റ എത്ര? ഇവിടെ 37 ആണ്. ഓക്കെ, തീറ്റ 37 ആണ്. ബട്ട് ഇക്വേഷനിൽ ഒരു ചേഞ്ച് വരുന്നു മാത്രം. കോസ് 180 മൈനസ് 37 എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് 37 ആണ്. ട്രിഗ്നോമെട്രി. ഓക്കെ, സോ m നെറ്റ് ഈസ് ഈക്വൽ ടു 2m സ്ക്വയർ പ്ലസ് 2m സ്ക്വയർ ഇൻറ്റു കോസ് 180 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് എന്താ പറയുക? കോസ് എക്സ് ആയിട്ട് നമ്മൾ എടുക്കും. ട്രിഗ്നോമെട്രി. കോസ് 180 മൈനസ് 37 എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് കോസ് എന്താണ്? 37 ആണ്. നേരത്തെ നമ്മൾ ആ കൺസെപ്റ്റ് ഇല്ലാതെ നേരെ കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ വീണ്ടും പ്ലസ് ആയിട്ടാണ് കിട്ടുക. സോ കോസ് 180 സോ എന്ത് കിട്ടി? മൈനസ് കോസ് 37 എന്ന് കിട്ടി. സോ ഇവിടെ ചെറിയൊരു കുഴപ്പമുണ്ട്. കോസ് 37ന്റെ വാല്യൂ എന്താണ്? അത് കാണാൻ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ബൈഹാർട്ട് ചെയ്യൊന്നും വേണ്ട, നിങ്ങൾ ബൈഹാർട്ട് ഒന്നും ചെയ്യണ്ട. കോസ് 37ന്റെ വാല്യൂ ഇങ്ങനെ വരിക. ഓക്കെ, ഇപ്പൊ ഒരു ട്രയാങ്കിൾ. ഓക്കെ, ഒരു ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഓക്കെ, ഇതേ പറഞ്ഞ പോലെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. സോ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇവിടെ എന്ത് വരും? 90 ഡിഗ്രി. ഈ ആംഗിൾ 37 ഡിഗ്രി ആണ്. അതേപോലെ ഈ ആംഗിൾ 53 ഡിഗ്രി ആണ്. ഈ ആംഗിൾ 37 ഡിഗ്രി ആണ്, ഈ ആംഗിൾ 53 ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ സൈഡ്സിന്റെ റേഷ്യോ ഈ ഭാഗത്ത് 3 വരും,
ഈ ഭാഗത്ത് 4 വരും, ഈ ഭാഗത്ത് 5 വരും. സോ ഇവിടെ 37 ഡിഗ്രി, ഇവിടെ 90, ഇവിടെ 53 ഡിഗ്രി, 53 ഡിഗ്രി കേട്ടോ. അങ്ങനെയെങ്കിൽ 3, 4, 5 ആണ് എന്ത് ചെയ്യുക ഈ ട്രയാങ്കിളിന്റെ ഇത് വരിക. ഇനി ഇവിടുന്ന് cos 37 കിട്ടാൻ വേണ്ട വഴി ഉണ്ടോ? cos 37 എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. എത്ര? 4/5. ഓക്കെ, സോ ഈ cos 37ന്റെ വാല്യൂ കണ്ടുപിടിക്കണ്ട, എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. സോ എം എച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? 2m². ഇവിടെ ഒരു മൈനസ് ഉണ്ട്. സോ -2m² ഇൻറ്റു cos 37ന്റെ വാല്യൂ എത്ര? 4/5 ആണ്. ഓക്കെ, 4/5 ആണ്. ഓക്കെ, സോ ഇവിടുന്ന് രണ്ടൊന്നും ഒരു m² ഉണ്ട്. സോ m² റൂട്ടിന് പുറത്ത് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? m വരും. സോ m വരും. ഓക്കെ, അപ്പൊ അതെന്തേലും ആവട്ടെ, നിങ്ങൾ ഇതൊക്കെ കൂടെ നിങ്ങൾ സോൾവ് ചെയ്താൽ, ഓക്കെ, ഇതെല്ലാം കൂടി നിങ്ങൾ വീട്ടിൽ പോയിട്ട് സോൾവ് ചെയ്താൽ എളുപ്പമാണ്. 2 × 4 8 ആണ്, 8m²/5 വരും. അതൊക്കെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് സോൾവ് ചെയ്താൽ യു വിൽ ഗെറ്റ് ആൻസർ ആസ് √2/5 ഇൻറ്റു ക്യാപിറ്റൽ M എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ലോജിക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടുത്തെ ലോജിക്ക് എന്താണ്? രണ്ടും ഒരേ പോളാണെങ്കിൽ മാത്രമേ തീറ്റെടുക്കാവൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്തെടുക്കണം? cos of 180 മൈനസ് ആ തീറ്റെടുക്കണം, എന്നിട്ട് ആ ഇക്വേഷന് കൊടുക്കണം. ഓക്കെ, അതാണ് ഇവിടുത്തെ ലോജിക്ക്. അത് പലപ്പോഴും ആൻസർ തെറ്റിക്കും. സോ ബി അവെയർ ഓഫ് ദാറ്റ്. ഓക്കെ, cos 180 മൈനസ് തീറ്റ. cos 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് cos തീറ്റ കിട്ടുക, അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, സോ ആ ലോജിക്ക് എപ്പോഴും നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക, കാരണം അത് നിങ്ങളെ തെറ്റിക്കും. പല എക്സാമിനും ആ സാധനം നിങ്ങളെ തെറ്റിക്കും. ഓക്കെ, സോ അത് അത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻക്ക് പോവാം. സോ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതെന്താ നോക്കാം. 6th ക്വസ്റ്റ്യൻ. ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ കൺട്രോൾ C. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഇട്ട് നോക്കാം. ഓക്കെ, ടു ഷോർട്ട്. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? Two short magnets of equal magnetic moment M are fastened perpendicular to each other as shown. The magnetic field at point P and Q are respectively. So നേരത്തെ പറഞ്ഞ പോലെ ഇതിനും എന്തുണ്ട്? ഓരോരോ ഒരു പിക്ചർ ഉണ്ട്. ഓക്കെ, സോ പിക്ചർ വരയ്ക്കുക എൻ്റെ ഒപ്പം. സോ ഇതാണ് പിക്ചർ. ഓക്കെ, രണ്ട് മാഗ്നറ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നിട്ടുള്ളത്. സോ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഇതിങ്ങനെ രണ്ട് മാഗ്നറ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുകയെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ പ്രത്യേകം പറയുന്നത് 2 പോയിന്റ് തന്നിട്ടുണ്ട്. ഓക്കെ, 2 പോയിന്റ് തന്നിട്ടുണ്ട്. ഒരു പോയിന്റ് ഇവിടെയാണ്. ഓക്കെ, ഒരു പോയിന്റ് ഇവിടെയാണ്. പി എന്നുള്ള ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. അതേപോലെ പി എന്നുള്ളൊരു പോയിന്റ് തന്നിട്ടുണ്ട്. പി ആൻഡ് ക്യൂ എന്നുള്ളൊരു പോയിന്റ് നേരെ ഇവിടെയും തന്നിട്ടുണ്ട്. ക്യൂ എന്നുള്ളൊരു പോയിന്റ് ഇവിടെയും തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ രണ്ടുപേർത്തും ഓരോ പോയിന്റ് തന്നിട്ടുണ്ട്. സോ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഡയറക്റ്റ് കൂടെ സെന്റർ കൂടെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഇവിടെ പി ക്യൂ ആണ്, അതേപോലെ ഇവിടെ ഇങ്ങനെ പി ആണെന്നൊക്കെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമ്മളോട് പറഞ്ഞത് എന്താണ്? നമ്മളോട് പറഞ്ഞത് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി ആൻഡ് ക്യൂ റെസ്പെക്റ്റീവ്ലി. ഓക്കെ, സോ ഇവിടെ നോർത്ത് പോളാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഇവിടെ സൗത്ത് പോളാണ്, ഇവിടെയും നോർത്ത് പോളാണ്, ഇവിടെയും സൗത്ത് പോളാണ്. ഓക്കെ, ഇതിന്റെയൊക്കെ മാഗ്നറ്റിക് മൊമെന്റ്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് രണ്ട് മാഗ്നറ്റിന്റെയും മാഗ്നറ്റിക് മൊമെന്റ് ക്യാപിറ്റൽ M ആണ്. ഓക്കെ, കാണാൻ പറഞ്ഞത് ഇവിടെ ഒരു പി വെച്ച് ഇവിടെ പിയിലുള്ള മാഗ്നറ്റിക് മൊമെന്റും കാണാൻ പറഞ്ഞിട്ടുണ്ട്, ക്യൂ ഉള്ളതും കാണാൻ പറഞ്ഞിട്ടുണ്ട്. സോ അത് കാണാൻ നമ്മൾ എന്താ ചെയ്യാ അറിയോ? നമ്മൾ ഇവിടെ ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട് എന്ന് അസ്യൂം ചെയ്യും. സോ ഇവിടെ ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. ഓക്കെ, ഇവിടെ ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. ഓക്കെ, അതായത് ഇതുവരെ പോട്ടെ. ഓക്കെ, ഇവിടെ ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. ഓക്കെ, അപ്പൊ ഒരു ബാർ മാഗ്നറ്റ് ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഓക്കെ അല്ലേ? സോ അപ്പോ നമുക്കറിയാം ഇത് ഈ പോയിന്റ്, ഈ ബാർ മാഗ്നറ്റ് എല്ലാം ഒരേ ലൈനിലാണ്. സോ ഈ പി എന്നുള്ള പോയിന്റ് എന്താണ്? ആക്സിയൽ ലൈനിലാണ്. ഓക്കെ, അതേപോലെ ഇതിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ക്യൂ എന്നുള്ള പോയിന്റ്. സോ പെർപെൻഡിക്കുലർ പോയിന്റ് ആണെങ്കിൽ അത് ഇക്വട്ടോറിയൽ ലൈൻ ആണ്. ഓക്കെ, ഇക്വട്ടോറിയൽ ലൈൻ ആണ്. ഓക്കെ, ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന സാധനമാണ്. സോ ആക്സിയൽ ലൈനിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഷോർട്ട് മാഗ്നറ്റ് ആണ്. സോ ഷോർട്ട് മാഗ്നറ്റ് ആണെങ്കിൽ നമുക്ക് കാണാൻ ഇക്വേഷൻ അറിയാം. μ0/4π ഇൻറ്റു ഓക്കെ μ0/4π ഇൻറ്റു ക്യൂ ക്യാപിറ്റൽ M ഹോൾ ഡിവൈഡ് ബൈ R ക്യൂബ് ആണ്. ഓക്കെ, ഇക്വട്ടോറിയൽ ലൈൻ ആണെങ്കിൽ കാണാൻ ഇക്വേഷൻ എന്താണ്? ഷോർട്ട് ഡൈപോൾ എന്ന് പറഞ്ഞത് കൊണ്ട് ബി ഇക്വട്ടോറിയൽ എന്ന് പറയുന്നത് μ0 എന്താ പറയാ 4π ഇൻറ്റു M/R ക്യൂബ് ആണ്. ഇത് രണ്ടും ഞാൻ നേരത്തെ പറഞ്ഞു തന്നിരുന്നു. പക്ഷെ ഇവിടെ ചെറിയ കുഴപ്പമുണ്ട്. ഈ എമ്മിന്റെ വാല്യൂ എത്രയോ നമുക്ക് അറിയില്ല. ഈ M എന്ന് പറഞ്ഞാൽ ഇവര് രണ്ടാളെ M ആണ്. സോ മക്കളെ ഇങ്ങോട്ട് ഒരു M ഉണ്ട്. ഓക്കെ, ഇതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് നേരെ മുകൾക്കാണ്, ഈ മാഗ്നറ്റിക് മൊമെന്റ് നേരെ ഇങ്ങോട്ടാണ്. സോ സപ്പോസ് ഈ രണ്ട് മാഗ്നറ്റ് ഞാൻ ഇങ്ങനെ വരച്ചാൽ, സോ ഇവിടെ രണ്ട് മാഗ്നറ്റ്, ഇത് ഈ കടത്തി വെച്ച മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് മൊമെന്റ് എന്താണ്? ഇങ്ങോട്ട് M ആണ്, ഇവിടെ ഇങ്ങോട്ട് M ആണ്. രണ്ടും പെർപെൻഡിക്കുലർ ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ ഇതിന്റെ ഇടയിലുള്ള ആംഗിൾ എത്ര? 90 ഡിഗ്രി ആണ്. സോ ഈ M ആണെങ്കിൽ റിസൾട്ടിന്റെ നേരെ ഇങ്ങനെ വരും. ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഇത് M ആണെങ്കിൽ ഇത് എന്തായിരിക്കും? √2M ആയിരിക്കും.
എന്തായിരിക്കും √2m ആയിരിക്കും. സോ നമുക്ക് പുതിയ m കിട്ടി എത്ര m is equal to √2m. ഇനി നേരെ ഇക്വേഷൻ കൊടുത്താൽ മതി. ഇപ്പോൾ ആക്സിയൽ ലൈനിൽ എന്ത് കിട്ടും b is equal to μ0/4π into 2 into m ന് പകരം √2m കൊടുക്കുക. √2m all divided by r³. ഓക്കെ, ഇതെങ്ങനെ കൊടുത്തത് അറിയില്ലേ? ഇവിടെ ഒന്ന് മാഗ്നറ്റിക് മൊമെന്റ് നേരെ ഒരു മാഗ്നറ്റ് നേരെ ഇങ്ങനെ കിടക്കുന്നത്, മറ്റേ നേരെ ഇങ്ങനെ കിടക്കുന്നത്. സോ അതെന്താണ് നേരെ ഇങ്ങോട്ടാണ് റിസൾട്ടന്റ് വരിക. ഇവിടെ m ആണെങ്കിൽ ഇവിടെ 90 ഡിഗ്രി ആണെങ്കിൽ √2m വരും. സോ ഇക്വറ്റോറിയൽ ലൈന് കിട്ടി. ഇനി അടുത്ത ലൈന് b is equal to എന്ത് കിട്ടി ഇക്വറ്റോറിയൽ ആക്സിയൽ ലൈന് കിട്ടിയത് b is equal to μ0/4π into ഇവിടെ m എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടി എത്ര √2m ആണെന്ന്. ഓക്കെ, ഇൻറ്റു √2m all divided by r³ എന്ന് കിട്ടി. ഓക്കെ, സോ സിമ്പിൾ പരിപാടിയാണ്. നമ്മൾ എന്താ ചെയ്തത്, ഒരു ബാർ മാഗ്നറ്റ് അതിന്റെ സെന്റർ കൂടി പോകേണ്ടതെന്ന് അസ്യൂം ചെയ്തു. പി എന്നുള്ള പോയിന്റ് ആക്സിയൽ ആണ്, ക്യൂ എന്നുള്ള പോയിന്റ് ഇക്വറ്റോറിയൽ ആണ്. പിന്നെ അത് രണ്ടും റിസൾട്ടന്റ് എടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെയൊക്കെ കിട്ടും. കിട്ടണമെങ്കിൽ കിട്ടിക്ക, ഒന്നും നോക്കണ്ട. ഓക്കെ, സോ അതും കഴിഞ്ഞു. ഇനി അടുത്തത് അടുത്തത് എന്താന്ന് നോക്കാം. ഓക്കെ, എല്ലാം ഇങ്ങനത്തെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് കൂളായിട്ട് ചോദിക്കാം. അപ്പൊ അതിനൊന്നും അവർക്ക് വലിയ വിഷയമല്ല. ഇങ്ങനെയൊക്കെ ചോദിക്കാം. ഇങ്ങനെയൊന്നും ഇനി നീറ്റിൽ ചോദിക്കുക എന്നുള്ള കാര്യം ഒന്ന് ചിന്തിക്കണം. കാരണം നീറ്റ് വളരെ എളുപ്പമായി വരികയാണ്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും എക്സ്പെക്ട് ചെയ്യണ്ടെന്നല്ല. അഥവാ IITക്കൊക്കെ എന്തായാലും ഈ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂളായിട്ട് അവര് ഇങ്ങനെ ചോദിക്കുന്നതാണ്. അവർക്ക് ഇതൊക്കെ വലിയ വിഷയമല്ല. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 short magnets each of magnetic moment m are placed in end on end of position. അതായത് രണ്ട് ബാർ മാഗ്നറ്റുകൾ ഇങ്ങനെ end on end പൊസിഷനിൽ വെച്ചിരിക്കുകയാണ്. ഓക്കെ, in position of 0.1 meter apart from their center. So ഇവർ നോട്ട് ഇവരുടെ ദൂരം എത്ര r is equal to 0.1 meter ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. രണ്ട് സെന്ററിന്റെ ഇടയിലുള്ള ദൂരം. ഓക്കെ, the force acting between them, ഇവർ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് 0.6 ന്യൂട്ടൺ ആണ്. അങ്ങനെയെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് m ന്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചത്. സോ രണ്ട് ഷോർട്ട് മാഗ്നറ്റ് രണ്ടും എൻഡ് ഓൺ പൊസിഷൻ, അതായത് രണ്ടും എൻഡ് ഓൺ പൊസിഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രയാണ് ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ? F is equal to μ0 എന്താ പറയാ 4π, μ0/4π into 6m1m2 all divided by r⁴ ആണ്. ഓക്കെ, ഞാൻ ഈ r-നെ 10⁻⁻1 എന്നാക്കി എഴുതാണ്. കുഴപ്പമില്ല, പ്രത്യേകം നോക്കണം. രണ്ടിന്റെയും വാല്യൂ സെയിം ആണ്. രണ്ടിനെയും കണ്ടോ, ഈച്ച് ഓഫ് മാഗ്നറ്റിക് മൊമെന്റ് m, രണ്ടിനെയും മാഗ്നറ്റിക് മൊമെന്റിന്റെ വാല്യൂ ക്യാപിറ്റൽ m ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. F is equal to μ0/4π into 6 into m1 m ആണ്, m2 m ആണ്. സോ m into m² all divided by r⁴. ഓക്കെ, F എത്ര ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 0.6 ന്യൂട്ടൺ ആണ്. ഓക്കെ, സോ 0.6 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു μ0ന്റെ വാല്യൂ 4π into, ഓക്കെ അത് നമുക്കറിയാം, μ0ന്റെ വാല്യൂ 4π into 10⁻⁻7 ആണ്. ഓക്കെ, അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന വാല്യൂ ആണ്. സോ 4π into 10⁻⁻7 into 6 into m² all divided by താഴെ 4π into r പറഞ്ഞാൽ 10⁻⁻1 ആണ്. സോ r⁴ എന്ന് പറഞ്ഞാൽ 10⁻⁻1 into 4, സോ 10⁻⁻4 എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ m² നിർത്തിയിട്ട് ബാക്കി എല്ലാവരെയും ഈ ഭാഗത്ത് കൊണ്ടുപോവാം. ഓക്കെ, സോ 0.6 into താഴെയൊക്കെ എടുത്തു 4π into 10⁻⁻4 ഡിവൈഡഡ് ബൈ ഈ താഴെയുള്ള 6 ഈ m² നിർത്തി ബാക്കിയൊക്കെ താഴെ കൊടുത്തു. ഇസ് ഈക്വൽ ടു 4π into 10⁻⁻7 into 6 ഈസ് ഈക്വൽ ടു m². ഓക്കെ, ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. അതിന്റെ റൂട്ട് എടുക്കുക. ഓക്കെ, സോ m എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ സ്ക്വയറിന് ഇങ്ങോട്ട് പോകുമ്പോൾ അതിന്റെ റൂട്ട് നേരെ ഇങ്ങനെ വരും. സോ ഇത് സോൾവ് ചെയ്താൽ യു വിൽ ഗെറ്റ് ആൻസർ m. ന്റെ ആൻസർ സോൾവ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ആൻസർ ആസ് 10 എന്നാണ് ആൻസർ കിട്ടുക. 10am² എന്നാണ് ആൻസർ കിട്ടുന്നത്. സോ അത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ചെയ്ത് നോക്കുക. സോ വെരി 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 സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോയേക്കാം. ഓക്കെ, എളുപ്പമുള്ളത് വേണോ ടഫ് ഉള്ളത് വേണോ, ഏതും പോയേക്കാം. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് സെഷനിലേക്ക് പോട്ടെ. അടുത്ത പ്രോബ്ലം നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് ബാക്കിയുള്ള പ്രോബ്ലംസും കൂടെ ചെയ്ത് നോക്കാം. ഓക്കെ.